വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ് മോഹനൻ. അമ്മ എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ തുടരുകയാണ്. നേതൃത്വത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അടിയന്തര യോഗം നടക്കുന്നത്. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം അടിയന്തര യോഗം ചേരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോൾ ഈ നേതൃത്വത്തിനെതിരെയൊക്കെ ഉയർന്നു വന്നല്ലോ. അതിനകത്ത് തന്നെ അതിൽ പ്രത്യാരോപണങ്ങളും ഉടലെടുത്തിരുന്നു. ഇപ്പോൾ എന്താണ് വിവരങ്ങൾ? കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അമ്മ നേതൃത്വത്തിനെതിരെ തൊഴിൽ പീഡന പരാതി ഉയർന്നു വരുന്നത്. അത് ട്രഷറർക്കെതിരെയും അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറിക്കെതിരെയുമാണ് ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ട്രഷററിനോട് താൽക്കാലികമായിട്ട് നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ പരാതി ഉയർന്നു വന്നിരിക്കുന്നതിന്റെ വാസ്തവം എന്താണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നും പുറത്താക്കിയ നടപടി അത് റദ്ദാക്കിയിട്ടുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ അമ്മ പ്രസിഡന്റ് തുറന്നു പറഞ്ഞിരിക്കുന്നതുമാണ്. അത് മാധ്യമങ്ങളോടടക്കം വ്യക്തമാക്കിയതുമാണ്. പക്ഷേ ഇതിനിടയിലാണ് കുക്കു പരമേശ്വരനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലും ടിനി ടോം ഉൾപ്പെടെയുള്ള താരങ്ങൾ പറയുന്നുണ്ടായിരുന്നു അമ്മ പ്രസിഡന്റ് പല കാര്യങ്ങളും അറിയുന്നില്ല എന്നും വെറും സ്റ്റാമ്പ് മാത്രമാകുന്ന സ്ഥിതിയായി എന്നും ടിനി ടോം പറയുന്നു. അതോടൊപ്പം തന്നെ അമ്മ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെതിരെ അധികാരം ദുരുപയോഗം ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പല താരങ്ങളും ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് യോഗം ആരംഭിക്കുന്നത്. ഏകദേശം ഒരു 2 മണിയോടുകൂടിയാണ് യോഗം ആരംഭിക്കുന്നത്. ഈ യോഗമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അനൂപ്, കൊച്ചിയിൽ അമ്മ എക്സിക്യൂട്ടീവ് യോഗം തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആൻമരിയ സണ്ണി കൊച്ചിയിൽ. തിരുവനന്തപുരത്ത് തിരക്കിട്ട ചർച്ചകൾ. രാത്രി വൈകിയും തലസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ സജീവമാണ്. ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല എത്തുന്നതോടെ മുഖ്യമന്ത്രി പദവിക്കൊപ്പം ധനവകുപ്പും വി.ഡി. സതീശൻ ഏറ്റെടുക്കും. കോൺഗ്രസിൽ നിന്ന് 8 പേർ ഇതിനോടകം മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. മന്ത്രിസഭാ രൂപീകരണത്തിൽ നാളെ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞു. നാളെ 2 മണിക്ക് പട്ടിക ഗവർണർക്ക് കൈമാറുമെന്നും ദീപാദാസ് മുൻഷി അറിയിച്ചു. Good going on the bilateral talks. Nothing to say. Okay. So, sorry. Discussions will continue tomorrow? No, discussions are over. When will the list of the ministers will be? Tomorrow by 2 o'clock. Tomorrow by 2 o'clock, we will give it to the governor. Thank you. മേഘ്ന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മേഘ്ന, ഇപ്പോൾ ഡിസ്കഷൻസ് ഒക്കെ കഴിഞ്ഞു എന്ന് ദീപാദാസ് മുൻഷി മാധ്യമപ്രവർത്തകരോട് പറയുന്നുണ്ട്. പക്ഷേ ചർച്ചകളൊന്നും കഴിഞ്ഞിട്ടില്ല. രാത്രി വൈകിയും ചർച്ചകൾ നടക്കുന്നു. നാളെയുമുണ്ട് ചർച്ചകൾ. ഇനിയും മന്ത്രിസഭ കൃത്യമായി രൂപീകരിക്കണമെങ്കിൽ ഒരുപാട് മഞ്ഞുകൾ ഉരുകാനുണ്ടല്ലേ? തീർച്ചയായും അനൂപ്, ചർച്ചകൾ കഴിഞ്ഞിട്ടില്ല. ചർച്ചകൾ തകൃതിയായി പുരോഗമിക്കുന്നു. നാളെയും ചർച്ചകൾ തുടരുമെന്നുള്ളതാണ് ഘടകകക്ഷി നേതാക്കളടക്കം പറയുന്നത്. അതിൽ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലെ 2ാം സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ആഭ്യന്തരം വിജിലൻസ് വകുപ്പാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കുക. അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, K മുരളീധരൻ, ചാണ്ടി ഉമ്മൻ, അനിൽകുമാർ, M ലിജു, PC വിശ്വനാഥ്, അതുപോലെ ബിന്ദു കൃഷ്ണ എന്നിവരും കോൺഗ്രസിൽ നിന്ന് മന്ത്രിമാരാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ ഘടകകക്ഷികളിൽ നിന്ന് CP ജോണും അതുപോലെ തന്നെ ഷിബു ബേബി ജോണും മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇനി ഘടകകക്ഷികളുമായും ഇനിയും ചർച്ചകൾ നടക്കാനുണ്ട് എന്നുള്ളതാണ്. ഇന്ന് കൂടുതൽ രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടായത് ഈ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലാണ്. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കുമോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ലഭിക്കുമോ എന്നടക്കമുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് തന്നെ ലഭിക്കുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല ഇപ്പോഴും പറയുന്നത് തന്റെ കൂടെയുള്ള അൻവർ സാദത്തിനെങ്കിലും ഒരു മന്ത്രിസ്ഥാനം ലഭിക്കണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ താൻ മന്ത്രിസഭയിലേക്ക് ഉണ്ടാവില്ല എന്നടക്കമുള്ള കടുത്ത നിലപാടാണ് രമേശ് ചെന്നിത്തല എടുക്കുന്നത്. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ കാര്യത്തിൽ മോൻ ജോസഫിനും അതുപോലെ തന്നെ അപ്പു ജോസഫിനും മന്ത്രിസ്ഥാനം വേണമെന്നുള്ളതാണ് PJ ജോസഫ് വാദിക്കുന്നത്. അങ്ങനെ 2 മന്ത്രിസ്ഥാനം വേണമെന്ന് പറയുന്നു. പക്ഷേ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുല അത് 2 മന്ത്രിസ്ഥാനമല്ല, 1 മന്ത്രിസ്ഥാനവും അതുപോലെ തന്നെ ചീഫ് വിപ്പ് സ്ഥാനവും നൽകാമെന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ 2 മന്ത്രിസ്ഥാനം എന്ന രീതിയിലേക്ക് ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അനൂപ് ജേക്കബിന്റെ കാര്യത്തിലും കേരള കോൺഗ്രസ് ജേക്കബിന്റെ കാര്യത്തിലും ഒരു ആശങ്കയുണ്ട്. കാരണം കേരള കോൺഗ്രസ് ജേക്കബും അതുപോലെ തന്നെ മാണി സി കാപ്പനും 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം വീതിച്ചെടുക്കാനാണ് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പറയുന്നത്. പക്ഷേ അതിന് പറ്റില്ല എന്നുള്ളതാണ് 2 കൂട്ടരും പറയുന്നത്. രാത്രി വൈകിയും ദീപാദാസ് മുൻഷിയും അതുപോലെ തന്നെ അനൂപ് ജേക്കബ് തമ്മിലുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. അതിൽ തൃപ്തരല്ലാതെയാണ് അനൂപ് ജേക്കബും KPCCയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ളത്. പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ തർക്കങ്ങളിലേക്ക് പോകുന്നില്ല. മുസ്ലിം ലീഗ് 5 സീറ്റ് ഉറപ്പിക്കുന്നുണ്ട്. അതിൽ PK ബഷീറിനാണ് മന്ത്രിസ്ഥാനം ലഭിക്കാത്തത്. ആ മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിനുള്ള അതൃപ്തിയുണ്ട്. പക്ഷേ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് മുസ്ലിം
മുസ്ലിം ലീഗിനെ ആക്കില്ല എന്നുള്ളതാണ് PK ബഷീറിന്റെ നിലപാടായി വരുന്നത്. KM ഷാജിക്കാണ് PK ബഷീറിന് പകരം മന്ത്രിസ്ഥാനം ലഭിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും നാളെ ഉച്ചയോടുകൂടി തന്നെ ഈ ഒരു മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വകുപ്പുകളുടെ വിവരങ്ങളുമായി മുഖ്യമന്ത്രി ഗവർണറെ കാണേണ്ടതുണ്ട്, വിജ്ഞാപനം ഇറക്കേണ്ടതുണ്ട്. അതിനു മുന്നായി തന്നെ ഈ പട്ടിക എന്തായാലും ഘടകകക്ഷികളിലെ വീതം വയ്ക്കൽ അതിനി എങ്ങനെയാകും എന്നുള്ളത് നാളെ രാവിലെ മുതൽ ചർച്ചകൾ തുടങ്ങും. ഇപ്പോൾ മേഘ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ 2 മണി വരെ മാത്രമേ, അല്ലെങ്കിൽ 1 മണിയോടുകൂടി മാത്രമേ ഈ ചർച്ചകൾക്ക് പ്രാധാന്യമുള്ളൂ. 2 മണിക്ക് ഗവർണറെ കാണുമെന്ന് ദീപാദാസ് മുൻഷി അറിയിച്ചിരിക്കുകയാണ്. മേഘ്ന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകി. ഇടഞ്ഞു നിൽക്കുന്ന രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ നീക്കങ്ങൾ ശക്തം. രാവിലെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ രമേശ് ചെന്നിത്തലയെ വീട്ടിലെത്തി കണ്ടു. ആഭ്യന്തര വകുപ്പ് ഉറപ്പിച്ചെങ്കിലും തനിക്കൊപ്പം നിൽക്കുന്നവരെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന ഉറച്ച നിലപാടിലാണ് അദ്ദേഹം. അൻവർ സാദത്തിനും IC ബാലകൃഷ്ണനും വേണ്ടിയാണ് രമേശ് ചെന്നിത്തല വാദിക്കുന്നത്. RC എന്താഗ്രഹിക്കുന്നോ അതുണ്ടാകുമെന്നായിരുന്നു ഇന്ന് രമേശ് ചെന്നിത്തലയെ കണ്ട ശേഷമുള്ള KC വേണുഗോപാലിന്റെ പ്രതികരണം. RC എന്താഗ്രഹിക്കുന്നോ അതുണ്ടാവും. രമേശ് ചെന്നിത്തലയെ പോലെ ഏറ്റവും ഉന്നതനായിട്ടുള്ളൊരു കോൺഗ്രസ് നേതാവ് ഞങ്ങളെല്ലാം രസത്തിൽ രാഷ്ട്രീയം കൊണ്ടുവരുന്നതിൽ പങ്കുവച്ച ആളാണിത് ഈ പദവികളിലേക്ക്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പാർട്ടിയിൽ വിലയുണ്ടാവും, സംശയം വേണ്ട, അതിനകത്തൊരു സംശയം വേണ്ട. ഞങ്ങളെല്ലാം ഒന്നിച്ചിരുന്നിട്ടല്ലേ മുന്നോട്ട് പോകുള്ളൂ. അതിനകത്ത് എല്ലാവരെയും സന്തോഷമാക്കിയിട്ടേ പാർട്ടി ലീഡർഷിപ്പ് തീരുമാനം എടുക്കുകയുള്ളൂ. RC എന്താഗ്രഹിക്കുന്നോ അതുണ്ടാവും. രമേശ് ചെന്നിത്തലയെ പോലെ ഏറ്റവും ഉന്നതനായിട്ടുള്ളൊരു കോൺഗ്രസ് നേതാവ് ഞങ്ങളെല്ലാം രസത്തിൽ രാഷ്ട്രീയം കൊണ്ടുവരുന്നതിൽ പങ്കുവച്ച ആളാണിത് ഈ പദവികളിലേക്ക്. അപ്പോൾ അതുകൊണ്ട് മനസ്സും വികാരവും എന്നും രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം ഉണ്ടാകുമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയെ സന്ദർശിച്ച ശേഷമുള്ള K സുധാകരന്റെ പ്രതികരണം. തീർന്നിട്ടില്ല. ഇപ്പോൾ PJ ജോസഫിന്റെ പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അത് ഈ ചർച്ചയ്ക്ക് ശേഷമുള്ള ഈ സുധാകരന്റെ പ്രതികരണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതിലേക്ക് എല്ലാം ശുഭമായി അവസാനിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടിക്കകത്ത് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഇത്രയും മാനമായി ഇത്രയും സമാധാനപരമായി തീർത്ത നല്ല സംഭവമാണിത്. അതുകൊണ്ട് കോൺഗ്രസിന് ഒരു പുതിയ മുഖച്ഛായ വന്നു. പരിഹരിക്കപ്പെട്ടത് ന്യായമായ എല്ലാ ആളുകളെയും പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി. പരിഹരിക്കപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എന്തോ ഒരു ചെറിയൊരു പോരായ്മ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് കാലക്രമേണ തീർത്തു കൊടുക്കും. എന്തായാലും ചെന്നിത്തലയുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമോ എന്ന് തന്നെയാണ് നോക്കേണ്ടത്. 2 സീറ്റുകൾ ജോസഫ് വിഭാഗവും ആവശ്യപ്പെടുന്നുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ തർക്കം മുറുകുന്നു. തോമസ് ഉണ്ണിയാടന് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് MLA ഹോസ്റ്റലിൽ പ്രതിഷേധം. LDF 9 സീറ്റ് തൃശ്ശൂർ നേടിയപ്പോൾ UDF ലഭിച്ച 4 സീറ്റിലൊന്ന് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ജയിച്ച ഇരിങ്ങാലക്കുടയാണ്. അതും മിന്നുന്ന വിജയം. 10,212 വോട്ടുകൾക്കാണ് സിറ്റിംഗ് MLA മിനിസ്റ്ററുമായിരുന്ന R ബിന്ദുവിനോട് തോൽപ്പിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മന്ത്രിസ്ഥാനം തോമസ് ഉണ്ണിയാടന് കിട്ടണം. മകന് സീറ്റ് കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമില്ല. ഞങ്ങൾ പറയുന്നത് ഇത്രേ ഉള്ളൂ. കേരള കോൺഗ്രസിൻ്റെ സീനിയർ MLA ആണ്, 4 വട്ടം MLA ആയിട്ടുള്ള അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും മന്ത്രിസ്ഥാനം കൊടുക്കണം. കാരണം ഇരിങ്ങാലക്കുട എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തോമസ് ഉണ്ണിയാടന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്. 2 മന്ത്രിമാരെന്ന ആവശ്യത്തിൽ നിന്ന് ജോസഫ് വിഭാഗം പിന്നോട്ടില്ല. ചർച്ചകൾ പൂർത്തിയായിട്ടില്ലെന്നും നാളെയും തുടരുമെന്നും പാർട്ടി ചെയർമാൻ PJ ജോസഫ് പറഞ്ഞു. തീർന്നിട്ടില്ല. ഷിബു ബേബി ജോണും CP ജോണും മന്ത്രിസ്ഥാനം ഉറപ്പിക്കുമ്പോൾ അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും മന്ത്രിസ്ഥാനം നൽകുന്നതിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ചർച്ചകൾ തുടരുകയാണെന്ന് അനൂപ് ജേക്കബ് അറിയിച്ചു. ഡിസ്കഷൻ നാളെയും കൂടി ഡിസ്കഷൻ ഉണ്ട്. അതിനുശേഷം ഫൈനലൈസ് ആവും. ഇല്ല, അതിനെക്കുറിച്ച് ഡിസ്കഷൻ നാളെയും കൂടി ഉണ്ട്. നാളത്തെ ഡിസ്കഷൻ കൂടി കഴിഞ്ഞിട്ട് പറയാം. കാര്യത്തിൽ ഡിസ്കഷൻ നാളെയും കൂടി ഡിസ്കഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് പറയാം. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിനു, ചർച്ചകൾ അവസാനിക്കുന്നില്ല, നാളെയുമുണ്ട്. ഘടകകക്ഷികൾക്കിടയിൽ കല്ലുകടി ഉണ്ട് എന്നുള്ളത് സത്യമാണല്ലേ? തീർച്ചയായും സമവായത്തിലെത്തി എന്നുള്ള ചില
ആവശ്യങ്ങളൊക്കെ തന്നെ UDF നേതാക്കൾ ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ അത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ തന്നെ നടത്തുമ്പോഴും UDF-നകത്ത് മന്ത്രിസഭയെ ചൊല്ലി വലിയ രീതിയിലുള്ള തർക്കം ഉടലെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഘടകകക്ഷികളെ പോലും സമവായത്തിൽ എത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി UDF-ന് ഇതുവരെയുമായിട്ടില്ല. നാളെ 2 മണിക്ക് ഗവർണർക്ക് അന്തിമമായിട്ടുള്ള ഒരു പട്ടിക നൽകുമെന്നുള്ളതാണ് AICC ജനറൽ സെക്രട്ടറി AICCയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ദീപാദാസ് മുൻഷി മാധ്യമങ്ങളോട് അപ്രതികരിച്ചത്. പക്ഷേ ഈ 2 മണിക്ക് മുമ്പ് ഘടകകക്ഷികളെ ഇനി ഒരു പകുതി പകൽ മാത്രമാണുള്ളത്. ആ സമയത്തേക്കും അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ലീഗിനെ സമവായത്തിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല, PJ ജോസഫ് വിഭാഗത്തിനെ കേരള കോൺഗ്രസിനെ സമവായത്തിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല, അനൂപ് ജേക്കബിനെ സമവായത്തിൽ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം തന്നെ ഇനി എത്ര സമയമുണ്ട് തീർക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 2 മന്ത്രിസഭാ സീറ്റ് എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് PJ ജോസഫ് വിഭാഗം. ഒരു മന്ത്രി ഒപ്പം ഒരു ചീഫ് വിപ്പ് എന്നീ സ്ഥാനങ്ങൾ കൊടുക്കാമെന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ അത് അംഗീകരിക്കുവാൻ വേണ്ടി PJ ജോസഫ് വിഭാഗം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും അനൂപ് ജേക്കബും ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. പൂർണ്ണമായിട്ടുള്ള ഒരു മന്ത്രിസ്ഥാനം ലഭിക്കണം, ടേം വ്യവസ്ഥ നടക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ചർച്ചകൾ തുടരും, നാളെയും ആ ചർച്ചകൾ തുടരും. 2 മണിക്ക് മുന്നോടിയായി ഘടകകക്ഷികളെ എല്ലാം തന്നെ അനുനയിപ്പിച്ചുകൊണ്ട് ഒരു അന്തിമ പട്ടിക ഗവർണർക്ക് നൽകാനാകുമെന്നുള്ള പ്രതീക്ഷയാണ്. എന്തായാലും നാളെ ഈ അന്തിമ പട്ടിക തയ്യാറാക്കുക എന്നത് തന്നെയാണ് വലിയ വെല്ലുവിളി. അത് ഈ പറഞ്ഞതുപോലെ 1 മണിക്ക് മുമ്പെങ്കിലും ആ പട്ടിക തയ്യാറാക്കുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയായി തന്നെ നിൽക്കുന്നുണ്ട്. അത് നാളെ എന്താകും എന്നുള്ളത് നാളത്തെ അപ്ഡേഷനിൽ നമുക്ക് അറിയാനും സാധിക്കും. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മന്ത്രിസഭയിൽ പിടിമുറുക്കാൻ തലസ്ഥാനത്ത് നിർണായക നീക്കങ്ങൾ. KC വേണുഗോപാലിന്റെ വീട്ടിൽ രമേശ് ചെന്നിത്തല പക്ഷ നേതാക്കളും പഴയ A ഗ്രൂപ്പ് നേതാക്കളും എത്തി തിരക്കിട്ട ചർച്ചകൾ നടത്തി. മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള വടംവലിയിൽ അവസാന നിമിഷം പിന്തള്ളപ്പെട്ടതിന്റെ നിരാശയിലാണെങ്കിലും AICC സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കേരളത്തിലെ പാർട്ടിയിൽ സ്വാധീനം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് KC വേണുഗോപാൽ പക്ഷം. കോൺഗ്രസ് മന്ത്രിമാരുടെ പട്ടികയ്ക്ക് അന്തിമ അനുമതി നൽകേണ്ടത് ഹൈക്കമാൻഡായതിനാൽ അക്കാര്യത്തിൽ KCക്ക് നിർണായക റോൾ ഉണ്ടാകും. മുഖ്യമന്ത്രി സ്ഥാനം കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായെങ്കിലും മന്ത്രിസഭയിൽ പിടിമുറുക്കാനുള്ള നീക്കത്തിലാണ് RC പക്ഷവും. ഇതിന്റെ ഭാഗമായി രമേശ് ചെന്നിത്തല പക്ഷ നേതാക്കളായ ജോസഫ് വാഴക്കൻ, അൻവർ സാദത്ത് തുടങ്ങിയ നേതാക്കളും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, MK രാഘവൻ, ആന്റോ ആന്റണി തുടങ്ങിയ MP-മാരും KC വേണുഗോപാലിന്റെ വീട്ടിലെത്തി. എല്ലാം ശുഭകരം. കോൺഗ്രസിലെയും UDF-ലെയും മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ നല്ല നിലയിൽ പുരോഗമിക്കുന്നു. എല്ലാം പരിഹരിച്ചു. അതിനിടെ KCയെ അനുകൂലിച്ചുകൊണ്ട് കൂടുതൽ നേതാക്കളുടെ പ്രതികരണവും ഇന്നുണ്ടായി. KC വേണുഗോപാലിനെ ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ലെന്ന് MK രാഘവൻ MP-യുടെ വിമർശനം. അദ്ദേഹത്തെ ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയുണ്ടോ? അത്തരം ചെയ്ത ആളുകൾക്ക് ഉണ്ടാകുന്ന ആത്മസുഖം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. KC വേണുഗോപാല് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന നേതാവാണ്. ഇന്നേവരെ ചരിത്രത്തിൽ ആർക്കും കിട്ടാത്ത വിധം MLA-മാര് പിന്തുണച്ച ഒരു നേതാവാണ്. ഇരുപക്ഷവും തങ്ങളുടെ നേതാക്കൾക്കായി നിലപാട് ഘടിപ്പിച്ചാൽ മന്ത്രിസഭാ രൂപീകരണത്തിൽ കൂടുതൽ പ്രതിസന്ധിയുണ്ടായേക്കും. ജിബിൻ JB 24 തിരുവനന്തപുരം. VD സതീശൻ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാർ. PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയും N ഷംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രിയുമാകും. അതേസമയം PK ബഷീറിന് മന്ത്രിസ്ഥാനമില്ല. മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതിയിലാണ് 5 മന്ത്രിമാരെ തീരുമാനിച്ചത്. PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, N ഷംസുദ്ദീൻ, പാറക്കൽ അബ്ദുള്ള, VE അബ്ദുൽ ഗഫൂർ എന്നിവരെ മന്ത്രിമാരാക്കാനാണ് തീരുമാനം. ലീഗിന് 4 മന്ത്രിമാരും 1 ക്യാബിനറ്റുമാണ് UDF ഉഭയകക്ഷി ചർച്ചയിൽ ഉയർന്നു വന്നത്. എന്നാൽ ഇത് ലീഗ് അംഗീകരിച്ചില്ല. 22 MLA-മാരുടെ ബലമുള്ള ലീഗ് 5 മന്ത്രിമാരും 1 ക്യാബിനറ്റ് പദവിയുമാണ് ആവശ്യപ്പെട്ടത്. ഉന്നതാധികാര സമിതി യോഗത്തിന് ശേഷം KPCC ആസ്ഥാനത്തെത്തി മന്ത്രിമാരുടെ തീരുമാനം നിയുക്ത മുഖ്യമന്ത്രി VD സതീശനെ അറിയിച്ചു. സാമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചാകും UDF തീരുമാനമെടുക്കുക. കോൺഗ്രസിൽ നിന്ന് അൻവർ സാദത്ത്, T സിദ്ദീഖ് എന്നിവർ മന്ത്രിസ്ഥാനത്തേക്ക് വന്നാൽ ലീഗിന് 4 മന്ത്രിമാരെ പരിഗണിക്കാനാവുകയുള്ളൂ എന്ന നിലപാട് UDF സ്വീകരിക്കും. 1 ക്യാബിനറ്റ് പദവി കൂടി ലഭിച്ചാൽ MK മുനീറിനെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനാക്കാൻ ലീഗ് ആവശ്യപ്പെടും. അതേസമയം മന്ത്രിസ്ഥാനം ലഭിക്കാത്ത PK ബഷീർ കടുത്ത അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ മാത്രം 3 മന്ത്രിമാർ വേണ്ടെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് PK ബഷീറിനെ വെട്ടിയത്. പകരമാണ് കളമശ്ശേരിയിൽ നിന്ന് ജയിച്ച VE അബ്ദുൽ ഗഫൂറിനെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചത്. PK ബഷീറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ലീഗ് നേതൃത്വം. 24 തിരുവനന്തപുരം. കർശന സുരക്ഷയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ വൻ ആഘോഷമാക്കാൻ കോൺഗ്രസ്. ശൈലി മാറ്റത്തിന്റെ ഭാഗമായി ക്ലിഫ് ഹൌസ് കൂടുതൽ പണം ചെലവാക്കി മോടി പിടിപ്പിക്കേണ്ടതില്ലെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകി. അതിനിടെ ചീഫ് സെക്രട്ടറിക്ക് പെൻഷനും ആനുകൂല്യങ്ങളും നേരത്തെ പ്രഖ്യാപിച്ചുള്ള സർക്കാർ ഉത്തരവ് വിവാദമായി.
3000 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന പന്തൽ ഉൾപ്പെടെ സത്യപ്രതിജ്ഞയ്ക്കായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൻ ഒരുക്കങ്ങൾ. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖു, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ പങ്കെടുക്കും. പാസുമായി വരുന്നവർക്ക് മാത്രമേ പ്രവേശനമുണ്ടാവുകയുള്ളൂ. ശൈലിമാറ്റത്തിന്റെ ഭാഗമായി എസ്കോർട്ട് വാഹനങ്ങളുടെ എണ്ണം കുറച്ച നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ക്ലിഫ് ഹൌസ് മോടി പിടിപ്പിക്കേണ്ടെന്നും നിർദ്ദേശം നൽകി. അടിയന്തര അറ്റകുറ്റപ്പണി മാത്രം മതിയെന്നും ദൂർത്ത് വേണ്ടെന്നുമാണ് ഉദ്യോഗസ്ഥർക്കുള്ള നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ ഓഫീസും മോടി പിടിപ്പിക്കൽ വേണ്ടെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ജൂണിൽ വിരമിക്കുന്ന ചീഫ് സെക്രട്ടറിക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും 2 മാസം മുമ്പേ പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കിയതും വിവാദമായി. സാധാരണഗതിയിൽ വിരമിക്കലിന് ഒരാഴ്ച മുമ്പ് മാത്രം പുറത്തിറക്കാറുള്ള ഉത്തരവ് പുതിയ സർക്കാർ വരുന്നതിന് തൊട്ടുമുമ്പ് ഇറങ്ങിയതിൽ അസാധാരണത്വമുണ്ടെന്ന വിമർശനം ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഉയർത്തുന്നു. കോൺഗ്രസ് അസോസിയേഷൻ തയ്യാറാക്കി ഉത്തരവിറക്കിയ പുതിയ ഗൺമാന്മാരുടെ പട്ടികയും വിവാദത്തിലായി. RSS ബന്ധമുള്ളവരും പെരുമാറ്റ പ്രശ്നത്തിൽ ആരോപണ വിധേയരായവരും പട്ടികയിലുണ്ടെന്നാണ് കോൺഗ്രസിലെ തന്നെ ആക്ഷേപം. 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി വിലയിരുത്താൻ ചേർന്ന CPIM ജില്ലാ നേതൃയോഗങ്ങളിൽ പിണറായി വിജയനും സംസ്ഥാന നേതൃത്വത്തിനുമെതിരെ രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ശൈലി ജനങ്ങൾ തള്ളിക്കളഞ്ഞെന്നും പാർട്ടി സ്വയം തിരുത്തിയില്ലെങ്കിൽ അണികൾ തിരുത്തിക്കുമെന്നുമുള്ള കടുത്ത മുന്നറിയിപ്പാണ് കണ്ണൂർ, കൊല്ലം, കോഴിക്കോട്, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്നത്. മത്സരിക്കാൻ താൽപര്യമില്ലെന്നറിയിച്ചിട്ടും ജില്ലാ നേതൃത്വം നിർബന്ധിച്ച് മത്സരരംഗത്ത് ഇറക്കിയെന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുൻ മന്ത്രി വീണ ജോർജ് തുറന്നടിച്ചു. അസാധാരണമായ വിമർശനങ്ങളാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നത്. ഭരണവിരുദ്ധ വികാരമല്ല, മറിച്ച് നേതാക്കളുടെ ശൈലിയാണ് തിരിച്ചടിക്ക് കാരണമായതെന്നാണ് വിമർശനം. വീട്ടിൽ പോയി ചോദിക്കുക, ഡാഷ് മോനെ തുടങ്ങിയ പ്രയോഗങ്ങൾ പൊതുസമൂഹത്തിൽ വലിയ അവമതിപ്പുണ്ടാക്കി. ഒരു വിഭാഗത്തിന് എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുമ്പോൾ പാർട്ടിയിൽ നിന്ന് അകന്നുപോയ മറുവിഭാഗത്തിന്റെ വികാരം മുൻകൂട്ടി മനസ്സിലാക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകാതെ പുതുതലമുറയ്ക്ക് വഴിമാറിക്കൊടുക്കണമായിരുന്നു എന്ന നിലപാടാണ് കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. പിണറായി നയിച്ചതാണ് കനത്ത തോൽവിക്ക് കാരണം. MV ഗോവിന്ദന്റെ ഭാര്യയെ വീണ്ടും മത്സരിപ്പിച്ചത് പൊതുസമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകിയെന്നും വിമർശനമുയർന്നു. പേരാമ്പ്ര പോലുള്ള ഇടതുകോട്ടകളിൽ UDF മുന്നിലെത്തിയത് ഗൗരവത്തോടെ പരിശോധിക്കുമെന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. ആറന്മുളയിൽ വീണ ജോർജിനെ തോൽപ്പിച്ചത് അവരുടെ പെരുമാറ്റമാണെന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ കടുത്ത വിമർശനമുയർന്നു. പ്രവർത്തകർ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത ശൈലിയാണ് അവരുടേത്. വീണ ജോർജ് അനാവശ്യ വിവാദങ്ങളിൽ സ്വയം തലവച്ചതായും യോഗം കുറ്റപ്പെടുത്തി. അതേസമയം ജില്ലാ നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് വീണ ജോർജ് ഉയർത്തിയത്. മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് അറിയിച്ചെങ്കിലും ജില്ലാ നേതൃത്വം ആവശ്യം അംഗീകരിച്ചില്ല. മണ്ഡലം സെക്രട്ടറി സ്വയം സ്ഥാനമൊഴിഞ്ഞത് സ്ഥാനാർത്ഥിക്ക് താൽപര്യമില്ലാത്തതിനാൽ ഒഴിവാക്കിയതാണെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ചു. ഇത് വോട്ടർമാർക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തിയെന്നും വീണ ജോർജ് തുറന്നടിച്ചു. പേരാവൂരിൽ മത്സരിക്കേണ്ടിയിരുന്നത് ധീരനായ പിണറായി വിജയനായിരുന്നുവെന്നും KK ശൈലജ ടീച്ചറെ അനാവശ്യമായി കുരുതി കൊടുത്തതാണെന്നും കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. എന്നാൽ കമ്മിറ്റികളിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ സജി ചെറിയാൻ തള്ളി. തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ വിജയിച്ചാലും പരാജയപ്പെട്ടാലും പരിശോധന ഉണ്ടാവും. ഞങ്ങൾ പരിശോധിക്കുന്നത് ആരെയെങ്കിലും വ്യക്തിപരമായി ആക്ഷേപിക്കാനോ ഈ തെരഞ്ഞെടുപ്പ് പരാജയം ആരുടെയെങ്കിലും മേൽ കെട്ടിവെക്കാനുള്ള ചർച്ചയല്ല. പറയാൻ പാടില്ലാത്തൊരു വാർത്ത ഇന്നലെ പറഞ്ഞു. പ്രതിപക്ഷ നേതാവായി അദ്ദേഹത്തെ എടുത്തു തെറ്റായിപ്പോയി. അങ്ങനെ ഒരു ചർച്ച വന്നിട്ടില്ല. കേരളത്തിൽ CPIM-ന് പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ജില്ലാ യോഗങ്ങളിൽ വിമർശനം സ്വാഭാവികമാണെന്നും ഈ വിമർശനങ്ങളെ പോസിറ്റീവായി കാണുന്നുവെന്നും തോമസ് ഐസക് വ്യക്തമാക്കി. വിമർശനങ്ങൾ ഉണ്ടാവും, അതെല്ലാം വിശദമായിട്ട് പരിശോധിക്കാൻ തന്നെ തീരുമാനിച്ചല്ലേ നടക്കുന്നത്. അതിലെന്ത് അത്ഭുതമുള്ള പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചതേ മോളിൽ നിന്ന് ആരും കെട്ടിയിറക്കിയതല്ല. ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കണ്ണൂർ. CPI ആലപ്പുഴ ജില്ലാ കൌൺസിലിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് രൂക്ഷ വിമർശനം. ബിനോയ് വിശ്വം പോരെന്നും സെക്രട്ടറി എന്ന നിലയിൽ നിലപാടുകൾക്ക് ശക്തിയില്ലെന്നും വിമർശനം. സെക്രട്ടറിയുടെ നിലപാടുകൾ പാർട്ടിയെ പരിഹാസ്യമാക്കി. മുൻ സെക്രട്ടറിമാരെ അപേക്ഷിച്ച് മോശം പ്രവർത്തനമാണ് ബിനോയ് വിശ്വത്തിന്റേതെന്നും നേതാക്കൾ പറഞ്ഞു. AYF സംസ്ഥാന സെക്രട്ടറി മത്സരിച്ച ഹരിപ്പാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയുടെ കാലുവാരിയെന്നും AYF പ്രവർത്തകർ പോലും പ്രവർത്തനത്തിന് ഇറങ്ങിയില്ലെന്നും യോഗത്തിൽ വിമർശനമുണ്ടായി. കോട്ടയം KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വീണ്ടും വിവാദം. സന്ദർശനത്തിനെത്തിയ പാമ്പാടി മന്നം ബാലസമാജത്തിലെ കുട്ടികളെ വിദ്യാർത്ഥികൾ തടഞ്ഞതായി പരാതി. സംഭവത്തിൽ സ്റ്റുഡൻസ് കൌൺസിൽ പ്രതിനിധിയെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ കുട്ടികളെ തടഞ്ഞില്ലെന്നും സമുദായ സംഘടനയുടെ പേരിൽ വന്നതിനാൽ മുതിർന്നവരോട് പുറത്തു നിൽക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നുവെന്നും സ്റ്റുഡൻസ് കൌൺസിൽ അറിയിച്ചു. ശനിയാഴ്ച 11 മണിയോടെയാണ് സംഭവം നടന്നത്. മുൻകൂർ അനുമതിയെടുത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിക്കാൻ പാമ്പാടി NSSന്റെ നേതൃത്വത്തിലാണ് ഒരു കൂട്ടം കുട്ടികളെത്തിയത്. ഇവർക്കൊപ്പം മാതാപിതാക്കളും കരയോഗം അംഗങ്ങളും ഉണ്ടായിരുന്നു.
ഇതേ തുടർന്നാണ് സ്റ്റുഡൻസ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ എതിർത്തത്. ഡയറക്ടർ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ വിദ്യാർത്ഥികൾ ക്ലാസ്സിലെത്തി ഇക്കാര്യം പറയുകയും ചെയ്തു. പിന്നാലെ തർക്കത്തിലേക്ക് കാര്യങ്ങളെത്തി. സാമുദായിക സംഘടനകളുടെ പരിപാടികൾ അനുവദിക്കില്ലെന്നായിരുന്നു സ്റ്റുഡൻസ് കൗൺസിലിന്റെ നിലപാട്. കുട്ടികളെ തടഞ്ഞിട്ടില്ലെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. സംഭവത്തിൽ കൗൺസിൽ പ്രതിനിധിയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസ് കൗൺസിലിനോട് ഡയറക്ടർ റിപ്പോർട്ടും ആവശ്യപ്പെട്ടു. 24 കോട്ടയം. ലേറ്റ് എഡിഷൻ പൂർത്തിയാകുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.